രത്നമ്മേ, അമ്മ കിടന്നില്ലേ ഇതുവരെ? കിടക്കാൻ തുടങ്ങുമായിരുന്നു. അത്താഴവും ശരിയായില്ല, അതുകൊണ്ട് കിടന്നാലും ഉറക്കം വരികയില്ല. നാളെ ആവട്ടെ അമ്മേ, നമുക്ക് റെഡിമെയ്ഡ് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം. അല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും. അയ്യേ, കണ്ടാ മണ്ണിര പോലെ ഇരിക്കുന്ന സാധനം ആർക്ക് വേണം? എനിക്ക് ഇച്ചിരി ചോറും കൂട്ടാനും തന്നെയാണ് ഇഷ്ടം. കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഉണ്ടെങ്കിൽ കുശാലായി. ചാളയോ നത്തോലിയോ തേങ്ങ തിരികിയിട്ടേ പീര വെച്ചതായാലും മതി. അല്ലെങ്കിൽ പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ വേണം. എങ്കിലേ വായിക്ക് രുചിയായിട്ട് ഇച്ചിരി ചോറുണ്ണാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാക്കണേൽ എന്ത് ബുദ്ധിമുട്ടാ അമ്മേ. ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ. ആ, പെണ്ണുങ്ങളെ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാകണം. എങ്കിലേ നേരെ ചൊവ്വേ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് എന്താ വേണ്ടിയതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. ഓ, എന്നാലും കയ്യെ മീനുളുമ്പം കരിയും പറ്റിക്കാൻ നിനക്ക് മടിയാ. 5-8 കൊല്ലമായിട്ടേ ജാനി തന്നെയല്ലേ ഇവിടെ എല്ലാം വെച്ചുണ്ടാക്കുന്നേ. മെയ് അനങ്ങാതെ ജീവിച്ച് നീ പഠിച്ചുപോയി. ഇനി അമ്മയും കൂടി എന്റെ തലയിൽ കയറിക്കോ. നിന്നോട് മല്ലിടാനൊന്നും ഞാൻ നിൽക്കുന്നില്ല രത്നമ്മേ. നാളെ രാവിലെ ഞാൻ കരുനാഗപ്പള്ളിക്ക് പോവാ. അതെന്താ അമ്മേ? ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടൊന്നും അല്ല രത്നമ്മേ, ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ദിവസങ്ങൾ എത്രയായി. വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് ചെല്ലണ്ടേ? അമ്മ അവിടെ ഇല്ലെങ്കിലും അമ്മയുടെ വീടും തെങ്ങും തേങ്ങയും ഒന്നും ആരും കൊണ്ടുപോവില്ല. എടി അതല്ല, ഞാനില്ലെങ്കിലേ പ്രീതയുടെ ഭരണമല്ലേ ആ വീട്ടില്, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? വല്ലപ്പോഴും ഞാൻ അവിടെ ചെന്ന് അവളോട് നല്ല 4 വർത്താനം പറഞ്ഞ് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ അവിടെ വീട് അതെന്ന് പ്രീത വിചാരിച്ചു കളയും. ചന്ദ്രനൊരു മണ്ണുണ്ണിയാ. പ്രീത പറയുന്നതിനൊക്കെ അവൻ തലകുലുക്കും. പെണ്ണുങ്ങളുടെ ഭരണം തുടങ്ങിയ ആ കുടുംബം നശിച്ചു എന്ന് കരുതിയാ മതി. എന്ന് കരുതി ഈ വീട്ടിലെ ഭരണമൊന്നും നീ വിജയന് വിട്ടുകൊടുക്കരുത്. ആണുങ്ങളുടെ മേലൊരു കടിഞ്ഞാണ് എപ്പോഴും പെണ്ണുങ്ങൾക്ക് വേണം. കടിഞ്ഞാണം കൊണ്ട് അമ്മയ്ക്ക് നാളെ തന്നെ കരുനാഗപ്പള്ളിക്ക് പോണോ? ഒരാഴ്ച കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പോയിട്ട് വൈകാതിങ്ങ് വരാൻ രത്നമ്മേ. വേണേലേ സൂര്യമോളും കൂടെ എൻ്റെ കൂടെ വന്നോട്ടെ. അവക്കിപ്പോ പഠിത്തമില്ലല്ലോ. അപ്പുണ്ണി ഇവിടെ തനിച്ചാവില്ലേ അമ്മേ? സൂര്യമോളെ കൊണ്ടുപോകുന്നെങ്കിൽ അമ്മ അവനെയും കൂടെ കൊണ്ടുപോയിക്കോ. അവനെ പിടിച്ചാ കിട്ടുമോ രത്നമ്മേ? ഞാൻ പറയുന്നിടത്തൊന്നും അപ്പുണ്ണി നിൽക്കുകയല്ല. സൂര്യമോളാണെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യ്. കാലത്തെ സൂര്യമോളെ ഒരുക്കി വിട്ടാക്കണം. അവിടെ മരുന്നോ ഗുളികയോ മറ്റോ ഉണ്ടെങ്കിലേ ബാഗിനകത്തെടുത്ത് വെച്ചേക്ക്. വയ്യാതിരിക്കുമ്പോ അമ്മ തന്നെ പോണോ? വിജയനോട് പറഞ്ഞാ അവൻ വന്ന് കൊണ്ടുപോകത്തില്ലേ? കലവൂര് കൊണ്ടുപോയി നാക്കാവുന്ന ഞാൻ വാക്ക് കൊടുത്തതാ. സുഖമില്ലാതെ കിടക്കുന്ന ഒരു വാക്ക് പാലിച്ചില്ല എന്ന് കരുതി ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ അസുഖമൊക്കെ മാറി സരളെ. ഇന്നലെ ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എങ്കിലും നമ്മൾ സൂക്ഷിക്കണ്ടേ? പ്രായമായി കഴിഞ്ഞാൽ എപ്പോഴാ ഒരു വയ്യാഴിക വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. കിഴവിയായെന്നും പറഞ്ഞ് നീ എന്നെ വീട്ടിൽ തളച്ചിടാനൊന്നും നോക്കണ്ട സരളെ. ഞാൻ എന്റെ യാത്രയും ജോലിയൊക്കെ നിർത്തണമെങ്കിൽ തടി വീഴണം. വീണ് കിടന്നാ നോക്കാനും ഒരു തുള്ളി വെള്ളം തരാനും ഈ ഞാൻ മാത്രമേ കാണൂ. നീ മാത്രമാക്കണ്ട, നിന്റെ കെട്ടിയോനെ മകനെയും കൂടി വിളിച്ചോ. ആഹാ, അമ്മാമ്മ പോകാൻ റെഡിയായോ? ഞാൻ എന്റെ മകന്റെ വീട് വരെ പോകുന്നതല്ലേ ഉള്ളൂ. അതിന് രാഹുകാലം മുഹൂർത്തം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ജാനിമോളെ, നീ ഓട്ടോ വിളിച്ചില്ലേ? ഇപ്പൊ വരും. +2-നും ഫുൾ A+ വാങ്ങണം കേട്ടോ. നോക്കട്ടെ. ഇറങ്ങാം മോളെ. എഞ്ചിനീയറിംഗ് എന്നാ കാണാൻ പറ്റുക? എഞ്ചിനീയർ ആവട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ സ്റ്റുഡന്റ് അല്ലേ. ചിലപ്പോ ഞാൻ ഔപചാരികമായിട്ട് ജാനകിയെ കാണാൻ വന്നിരിക്കും. അന്നൊരു ജോലിയൊക്കെ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി എങ്കിലും. എങ്കിലല്ലേ ഒരു എഞ്ചിനീയറിന് മാച്ച് ആവൂ.